ഏറെ വിവാദമായ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായ ജി ബിൽ ലോക്സഭയിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ബില്ലിന് അവതരണാനുമതി നൽകി. ബിൽ മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്നതെന്നും ഭരണഘടനാ വിരുദ്ധമായ ബിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്നും പ്രതിപക്ഷം പറഞ്ഞു. ബിൽ രാമരാജ്യത്തിന് വേണ്ടിയാണെന്ന് കൃഷിമന്ത്രി ശിവരാജ് ചൌഹാൻ. ലോക്സഭയിൽ ബിൽ അവതരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ബിൽ ഭരണഘടനാ വിരുദ്ധമെന്നും വിശദമായ ചർച്ച വേണമെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്നുമാണ് പ്രതിപക്ഷ ആവശ്യം. മഹാത്മാഗാന്ധിയെ അപമാനിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്നും പുതിയ ഘടനാമാറ്റത്തിലൂടെ സംസ്ഥാനങ്ങൾക്ക് മുകളിൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നും പ്രതിപക്ഷം വിമർശിച്ചു. സർ, ആഖിരി ബാത് യേ ഹൈ कि गहन जांच पड़ताल और व्यापक चर्चा के लिए इसे कम से कम स्थायी समिति के पास भेजा जाना चाहिए और कोई विधायक किसी की निजी महत्वाकांक्षा, सनक और पूर्वाग्रहों के आधार पर न तो पेश होना चाहिए और न ही പാസ് होना चाहिए. ജി എന്ന പേരിലൂടെ രാമന്റെ പേര് കൊണ്ടുവരുന്നതിലും വലിയ വിമർശനം തന്നെയാണ് ഉയർന്നത്. രാമന്റെ പേര് കളങ്കപ്പെടുത്തരുതെന്ന ശശി തരൂർ എംപിയുടെ വിമർശനം. देखो ये दीवानो ये काम मत करो, राम का नाम बदनाम मत करो. And in this particular case it's a real ബിൽ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയെന്നും രാമരാജ്യത്തിന് വേണ്ടിയെന്നും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ മറുപടി. बापूजी का पूरा सम्मान करते हुए राम राज की स्थापना मतलब दैहिक भौतिकता का राम राज काहू नहीं व्यापा, हर गरीब को भरपूर रोजगार मिले. സഭയിൽ ജയ് ശ്രീറാം വിളികളുമായി ഭരണപക്ഷ അംഗങ്ങളും രംഗത്തെത്തിയതോടെ ലോക്സഭയിലെ അതിശക്തമായ പ്രതിഷേധങ്ങൾക്കിടെ ബില്ലിന് അവതരണ അനുമതി നൽകി. പിന്നാലെ മഹാത്മാഗാന്ധിയുടെ ചിത്രവുമായി പ്രതിപക്ഷം പാർലമെന്റിന് മുന്നിൽ ശക്തമായ പ്രതിഷേധം നടത്തി. വിഷയത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിലേക്ക് പോകാനുമാണ് തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി.